ഭക്ഷണം ചുരുക്കിയവരിൽ നിന്ന് മാത്രമേ വലിയ ചിന്തകൾ വന്നിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ വലിയ വലിയ ചിന്തകൾ വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം, മാലിക് ഇമാം, അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ തീറ്റപ്പണ്ടാരങ്ങളിൽ നിന്ന് വലിയ വലിയ ചിന്തകൾ ഒന്നും ലോകത്തിന് കിട്ടിയിട്ടില്ല. ഓലങ്ങനെ തിന്നു കുടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ. വയറ് കാലിയായവരിൽ നിന്ന് മാത്രമേ ലോകത്തിനെന്തെങ്കിലും സംഭാവനകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്ഷണം ചുരുക്കുക, ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യുക, അതുപോലെ സുന്നത്തുകൾ ധാരാളമാക്കുക. ഇങ്ങനെയുള്ള 8 കാര്യങ്ങളിൽ എല്ലാവരും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ വിചാരിച്ചാൽ നബിയാകുക എന്നുള്ളതിൻ്റെ താഴെയുള്ള ഏതും അധ്വാനിച്ചാൽ നേടാം. വലിയാകാം, സ്വാലിഹാകാം, ആബിദാകാം, ആലിമാകാം. നബി ആവാൻ കഴിയൂല. അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്. അപേക്ഷ കൊടുത്താൽ കിട്ടൂല. ഒരാൾ 1000 റക്അത്ത് നിസ്കരിച്ചാൽ നബിയാകാൻ പറ്റൂല. അത് ഒരിക്കലും നടക്കൂല. അതിൻ്റെ താഴെയുള്ള ഏത് ദർജയും നമുക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും. വറകട്ടേറിൻ്റെ മകന് വലിയാകാം എന്നതിൻ്റെ തെളിവാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മൂപ്പരെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം, അതുകൊണ്ട് പറഞ്ഞതാ. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ അബൂ സാലിഹ് കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് അത് വിൽപ്പന നടത്തി റൊട്ടി വാങ്ങിക്കഴിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അബൂ സാലിഹ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അറബി മുൻഷിൻ്റെ മകന് വലിയാകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ട് ആർക്കും നേരാകാൻ പറ്റും. വാപ്പ ഖുറൈശിയാകേണ്ട ആവശ്യമൊന്നുമില്ല. മകന് മൗലിയരാവാൻ, ആലിമാകാൻ, ആബിദാകാൻ, സ്വാലിഹാവാൻ, വലിയാകാൻ, ദുആക്ക് ഇജാബത്തുള്ളവനാവാൻ, ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എന്നത് മനസ്സിലാക്കുക. അധ്വാനിച്ചാൽ നേരാൻ കഴിയാത്ത ഒരു കാര്യമില്ല. നന്നായി അധ്വാനിക്കുക. അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ, ജുഹുദ് പരിശ്രമം ചെയ്യാൻ തയ്യാറുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരും നല്ല ചിന്തയുള്ളവരുമായി തീരണം. ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് അല്ലാഹ് നമ്മളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. എല്ലാവർക്കും ആ ഭാഗ്യം കൊടുത്തോണമെന്നില്ല. ഒരു മനുഷ്യനെ അള്ളാഹു അവൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്നത് അവനെ അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ച ഒരാൾ ഇന്നെക്കൊണ്ട് ഇപ്പം അങ്ങനെ ഖൈറൊന്നും വിചാരിക്കേണ്ട, ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് പോകരുത്. നല്ലത് കേടെന്നാൽ ഏറ്റവും മോശമാവും. നാട്ടിൽ കല്യാണമുള്ള സമയത്ത് പള്ളിൻ്റെ മൂത്രപ്പുരയിൽ ചെന്ന് നോക്കിയാൽ ദുർഗന്ധത്തിൻ്റെ റേഞ്ച് ഒന്നുകൂടി കൂടും. കാരണം എന്താ വെച്ചാൽ ബിരിയാണി കേടുന്നതാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നം. നല്ല കേടുന്നാൽ വളരെ മോശമായി. അപ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കേസിലും ബർക്കത്തിനൊന്ന് മാപ്പിള ഉണ്ടാവുമല്ലോ. കള്ളുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പെണ്ണുണ്ടായതാണെങ്കിലും മയക്കുമരുന്ന് വിറ്റതാണെങ്കിലും ഒക്കെ അങ്ങനെ പേപ്പറിലെടുത്തിട്ട് ഇങ്ങനെ പേര് നോക്കിയാൽ കണ്ണീരട്ടാതിരിക്കാൻ ഒന്ന് പിന്നെ അറബിയിലുള്ള പേരുണ്ടാവും. അതിൻ്റെയൊക്കെ പിന്നിലെ ചരിത്രം നോക്കിയാൽ യത്തീങ്ങാനെന്ന് ചാടിപ്പോയത്, ബോർഡിങ്ങിൽ നിന്ന് ചാടിയത്, ദർസിൽ നിന്ന് ചാടിയത്, അങ്ങനത്തെ സാധനങ്ങളേക്കാരത്. നല്ലത് കേടെന്നാൽ പറ്റ മോശമായി. നല്ല കേടെന്ന അപ്പം ഏതായാലും ഇതിൽ ഇറങ്ങിയൊരു ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. വഖൂമത്തിരെ നിർത്താൻ പറ്റുള്ളൂ. വഖൂമത്തിരെ നിർത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു വഖൂമത്തിട്ട് അതൊരു ഓരോ വിഷയങ്ങൾക്കും ഓരോ പരിസമാപ്തി ഉണ്ടെന്നാണ്. അപ്പം ആ സമാപ്തിയിലെത്തിയതിന് ശേഷം നിൽക്കാവൂ. വൈക്കെന്ന് ഇറങ്ങിപ്പോയാൽ അത് വലിയൊരു കുരുത്തക്കേടാവും. അതുകൊണ്ട്
ആരും വൈക്കത്തിന് ഇറങ്ങുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. ഇലാഹിയായ ഒരു വഴിയിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇലാഹിയായ ഈ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. കുരുത്തുള്ള എല്ലാ സാധനങ്ങൾക്കും കുരുത്തക്കേടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയതിൻ്റെ കുരുത്തക്കേട് വാങ്ങിയാൽ ഏറ്റവും വലിയ കുരുത്തം കെട്ടവനാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ തന്നെ എല്ലാവരും ഉറച്ചു നിൽക്കണം. സുന്നത്തായ അമലുകൾക്ക് പ്രാധാന്യം നൽകണം. ഏത് വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. ബുദ്ധി വികസിക്കാനും നന്നായി ഇൽമ പഠിയാനും 6 സമയം പല്ലേക്കണമെന്ന് മുൻഗാമികളായ ഉസ്താദുമാർ പറയാറുണ്ട്. 6 സമയം പല്ലേക്കണമെന്ന 5 നിസ്കാരത്തിൻ്റെ ഒപ്പം തേക്കണം, രാത്രി കടന്നുറങ്ങണ സമയത്തും തേക്കണം. 6 സമയം പല്ല് തേച്ചാൽ നന്നായി ഇൽമ പഠിയും, നല്ലോണം ബുദ്ധി വികസിക്കും. പല്ലും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് മുൻഗാമികളായ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ പറഞ്ഞു തരാറുള്ളത്. മുത്തല്ലിമീങ്ങൾ എപ്പോഴും ഒതുണ്ടാക്കാൻ പോകുമ്പോൾ ബ്രഷേറ്റാണ് പോവല്. അങ്ങനെ ഒന്ന് പല്ലേച്ചതിൻ്റെ ശേഷമാണ് ഒതുണ്ടാക്കൽ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കാം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നന്നായി കയ്യും കാലൊക്കെ ഒന്ന് തേച്ചേക്ക് ഒരു ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് വിരിപ്പ് നന്നായി വിരിച്ചതിന് ശേഷം ദിക്റും ദുആയൊക്കെ പതിവിനനുസരിച്ച് ചുരുങ്ങിയ നിലയിലെങ്കിലും ചൊല്ലിയിട്ട് അതിൽ കടന്ന് സുഖമായി ഉറങ്ങി രാത്രി നേരത്തെ എഴുന്നേറ്റ് സുബീൻ്റെ ശേഷം കിതാബുമ്മ തല വെച്ചിട്ടും ഉറങ്ങരുത്, വെക്കാതെ ഉറങ്ങരുത്. ഉറങ്ങാതിരിക്കുക. ഉറക്കം വരികയാണെങ്കിൽ നീച്ച് നടക്കുക. സുബീൻ്റെ ശേഷം ഉറങ്ങണവൻ്റെ ചെവിയിൽ ശൈത്താൻ പാത്തുന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ നിയന്ത്രണം പിശാചി ഏറ്റെടുക്കുമെന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. ഓനാണ് ദറജുള്ള ആൾ എന്ന് പറയണത്. വലിയ വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കും. 10,000 രൂപ പാത്തക്കാൻ കള്ളൻ്റെ അടുത്ത് കൊടുത്താലും ഓൻ അതിങ്ങനെ കൈ പിടിച്ചുകാണ്ട് നിൽക്കും. ഒരാൾ മൂത്രയിക്കാൻ പോയപ്പോൾ ഒരു കള്ളൻ്റെ അടുത്ത് ഒരു 10,000ൻ്റെ കെട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ പിടിക്ക്, ഞാനൊന്ന് മൂത്രമൊഴിച്ചുകാണ്ട് വരാറിഞ്ഞാൽ അതും കൈ പിടിച്ചുകാണ്ട് ബേജാറായിട്ട് നിൽക്കും. ആ ചെങ്ങായി മൂത്രമൊഴിച്ച് വന്നിട്ട് ഇതാണ് കൊടുത്തിട്ട് വേണം എനിക്ക് കക്കാൻ പോകാൻ എന്നാണ് ഓൻ്റെ തീരുമാനം. 10,000 സൂക്ഷിക്കാൻ കള്ളനെ ഏൽപ്പിച്ചാലും നടക്കും. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തഖിയായ മനുഷ്യന് മാത്രമേ സാധ്യമാവുള്ളൂ എന്നതാണ്. ചെറിയ കാര്യത്തിലാണ് വലിയ സൂക്ഷ്മത വേണ്ടത്. വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കണവർ തന്നെ ഇക്കാരം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. എപ്പോഴും നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. പള്ളിൻ്റെ എല്ലാ ആദാബും പാലിക്കണം. കീറിയ പനിയിട്ടുങ്ങാണ്ട് അവത്ത പള്ളി കൂടി അങ്ങനെ നടത്തരുത്. കീറിയ പനിയിട്ടുങ്ങാണ്ട് കടക്കുമ്പോഴൊക്കെ എന്നിട്ടാൽ അങ്ങനെ ആയിക്കോട്ടെ. അതൊക്കെ നല്ല തുണിങ്കുപ്പായ എടുത്തുങ്ങാണ്ട് ഇനി കള്ളിത്തുണിയാണെങ്കിൽ തന്നെ നല്ലൊരു കോലുള്ളത് ആഴ്ചക്ക് നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ഇരിസ്തിരിട്ട് തിരുമ്പി നേരാക്കിയിട്ടൊക്കെ കൊടുന്ന് നല്ലൊരു കള്ളിത്തുണിയും കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല കോലത്തിൽ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം. അങ്ങനെയൊക്കെയുള്ള അദബ് പാലിക്കുക, ഷിആറുകൾ ഉണ്ടായിരിക്കുക, പള്ളിയോടുള്ള അദബ് പാലിക്കുക. നമ്മൾ അധിക സമയവും പള്ളിയിൽ ചെലവാക്കുന്ന ആൾക്കാരാണ്. പള്ളി കയറുക എന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന അദബുകൾ പാലിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അദബുകളെ പാലിക്കണം. ഇടയ്ക്കൊക്കെ മുക്കറില്ലാത്ത സമയത്തൊന്ന് ബാങ്ക് കൊടുക്കുക. ഈ പിന്നെ ഇലാമിൻ്റെ ബാങ്ക് തമ്മീസില്ലാത്ത തക്ലീഫില്ലാത്ത ആളുകളിൽ നിന്ന് പറ്റൂലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേ സമയത്ത് പഠിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കൽ ഒരു നല്ല അമലാണ്. ബാങ്ക് കൊടുക്കുന്നവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് ഞങ്ങളോട് എന്തിനാ പറഞ്ഞു വെച്ചാൽ പള്ളിക്കത്തെ മുക്കിറിനെ നല്ലോണം ബഹുമാനിക്കണം എന്ന് പറയാനാണ്. മുക്കിരിമാനെ നല്ലോണം ബഹുമാനിക്കണം. ഓലെ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണിച്ചുകൊണ്ട് അടയാളമുള്ള ആൾക്കാരാണ് ഓല്. വലിയ സംഗതിയാണ്. നിക്കരിച്ചിനേക്കാൾ പ്രധാനമാണല്ലോ നിക്കരിച്ചാൻ വിളിക്കാറുള്ളത്.
നിസ്കാരത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിസ്കരിക്കാൻ വിളിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. 5 നേരം മനുഷ്യന്മാരെ നിക്കാരെ ഓർമ്മപ്പെടുത്തുന്നു, നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഈ ആളാണ് മുഅദ്ദിൻ എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് മുഅദ്ദിനെ ബഹുമാനിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. കമ്മിറ്റിക്കാരെ ബഹുമാനിക്കണം, പ്രസിഡന്റിനെ ബഹുമാനിക്കണം, പ്രായമായവരെ ബഹുമാനിക്കണം. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കല്? വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കുക എന്നാണ്. പ്രായം കൊണ്ടാണോ, ഇൽമു കൊണ്ടാണോ, സിയാദത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊണ്ടാണോ? എന്തുകൊണ്ടാണ് വലുപ്പും ചെറുപ്പും തീരുമാനിക്കേണ്ടത്? സത്യത്തിൽ എല്ലാം കൊണ്ടുമാണ്. എല്ലാം കൊണ്ടുള്ള വലുപ്പും എല്ലാം കൊണ്ടുള്ള ചെറുപ്പമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ബഹുമാനം എന്നതും കാരുണ്യം എന്ന് പറഞ്ഞതും പേര് കൊണ്ട് രണ്ടും അമല് കൊണ്ട് ഒന്നുമാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ആള് നമ്മളെ സദസ്സിക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പം അയാൾക്ക് ഇരിക്കാൻ സീറ്റൊന്നുമില്ല, എന്നാൽ ഒരു സമത് വയസ്സി നീച്ചിങ്ങാണ്ട് മൂപ്പർക്കൊരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. സമത് വയസ്സിനെ അവിടെ അങ്ങനെ കാണാണ്ടാവും, കൊണ്ട് പറഞ്ഞതാണ്. നീച്ചിങ്ങാണ്ട് ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. അതേ സമയത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കടന്നു വന്നപ്പോൾ സീറ്റില്ല. എന്നാൽ സമത് വയസ്സി നീച്ചിങ്ങാണ്ട് സീറ്റ് കൊടുക്കുന്നതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. രണ്ടും സീറ്റ് കൊടുക്കലാണ്. ബഹുമാനവും കാരുണ്യവും അമല് കൊണ്ട് ഒന്നും, പേര് കൊണ്ട് രണ്ടുമാണ്. രണ്ടും ഒരേ അമലാണ്. അത് വലിയവരോട് ചെയ്താൽ പേര് ബഹുമാനം എന്നായി, ചെറിയവരോട് ചെയ്താൽ പേര് കാരുണ്യം എന്നായി എന്നേ ഉള്ളൂ. അമല് കൊണ്ട് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മുതിർന്നവരോടുള്ള അതേ സമീപനമാണ് കുട്ടികളോടും കാണിക്കേണ്ടത്. വയസ്സന്മാരെ ചീത്തറിയാൻ പറ്റൂല, കുട്ടികളെയും ചീത്തറിയാൻ പറ്റൂല. വയസ്സന്മാരെ കളിയാക്കാൻ പാടില്ല, കുട്ടികളെയും കളിയാക്കാൻ പാടില്ല. വയസ്സന്മാരെ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല, കുട്ടികൾ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല. കുട്ടികളൊക്കെ പോയിടാന്ന് എവിടുക്കോണു? നേരത്തെ വരായിട്ടല്ലേ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറല്ലാനേ. കുട്ടികളൊക്കെ പോയിടാ, ഒക്കെ ബാക്കിലേക്ക് പോയി. നേരം വെക്കി വന്ന് കണ്ടേ. അല്ല, സംഗതി കുട്ടി വേണ്ടത് ബാക്കിൽ ഇരിക്കുക തന്നെയായിരുന്നു. അത് വേറൊരു കാര്യമാണ്. ഈ ബഹുമാനിക്കലും കാരുണ്യം കാണിക്കലും അമലും കൊണ്ട് ഒന്നാണ് എന്ന്. ഇപ്പം എന്തായാലും ഓൽ നേരത്തെ വന്നതല്ലേ, ഓലവിടെ ഇരുന്നോട്ടെ എന്ന് തീരുമാനിക്കലാണ് കാരുണ്യം. എന്നാലിപ്പോൾ മൂപ്പര് നേരം വൈകിട്ടാണെങ്കിലും പ്രായമായ ആളല്ലേ, ഞാൻ നീച്ചട്ടെ എന്ന് കുട്ടി തീരുമാനിക്കലാണ് ബഹുമാനം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ല. രണ്ടും അമല് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. രണ്ടും അമല് കൊണ്ട് ഒന്നാണ്, പേര് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. പല ഹദീസുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പല ഹദീസും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. ഹദീസ് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു, നമ്മളെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു എന്നാ. അപ്പോൾ വലിയവരോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞതിൽ എല്ലാം പെടും. സമ്പത്ത് കൊണ്ട് വലുപ്പവും ചെറുപ്പമുള്ളവർ, അതും വലിയവരും ചെറിയവരും തന്നെയാണ്. വാഹനം കൊണ്ട് വലിയതും ചെറുതും. ഒരാൾ മോട്ടോർ സൈക്കിളിലും പോവുകയാണ്, ഒരാൾ കാറിലും പോവുകയാണ്. ഒരാൾ വലിയ ആളും ഒരാൾ ചെറിയ ആളുമാണ്. ജംഗ്ഷനിലെത്തി. മോട്ടോർ സൈക്കിളേരം വിചാരിക്കണം, കാറിൽ വരുന്ന ആൾ വലിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ. കാറേരം വിചാരിക്കണം, ബൈക്കുമ്പോൾ വരുന്ന ആൾ ചെറിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ എന്ന്. ഒരു കുഴപ്പമില്ല. നേരെ ഓപ്പോസിറ്റ് ഞാൻ വലിയ ആളാണെന്ന് ഇവനും തോന്നി, ഞാൻ
ചെറിയ ആളാണ്, ഞാൻ ആദ്യം പോകണമെന്ന് മറ്റോന് തോന്നിയതാ പ്രശ്നമായത്. മറ്റോൻ പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാറ്റിലും ഉണ്ട് ഈ വലുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞത്. പാലില് വെള്ളം ചേർക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിന്റെ അടുത്തെത്തിയപ്പോ ഉമ്മ മോളോട് പറയാണ്, മോളെ പാലിൽ ലേശം വെള്ളം ചേർക്ക്. അപ്പൊ മോള് പറഞ്ഞു, ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റൂല. ഉമ്മ പറഞ്ഞു, അതിന് പാരും കാണില്ലല്ലോ. ഖലീഫ ഉമറൊക്കെ കൂർക്കം വലിച്ചുറങ്ങിക്കാലം ആരും കാണില്ലല്ലോ. അപ്പം മോള് പറഞ്ഞു, ഉമ്മ ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേരൻ്റെ പുറത്തുനിന്ന് ഈ വർത്തമാനം കേട്ടു. രാവിലെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 4ാമത്തെ വളവ് കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ പേരയിലൊരു പെൺകുട്ടി ഉണ്ടൊന്ന് പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞു. മോന് കണ്ട് പറ്റുകയാണെങ്കിൽ എന്നെക്കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പറഞ്ഞു. മോൻ പോയി നോക്കി വന്നു, പറ്റി, നിക്കാഹ് കഴിച്ചു. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പശുവിനെ വളർത്താത്തത്. പാലില് മാത്രമല്ലല്ലോ വെള്ളം ചേർക്കാൻ പറ്റാത്തത്, സോപ്പിലും പറ്റൂലല്ലോ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട്, ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് കയ്യക്കിനോടത്ത് പോയോക്കൊണ്ട് സോപ്പിൽ വെള്ളം പറഞ്ഞിട്ടുണ്ടാവും. പാലില് മാത്രം, മുളകും പൊടിയിലും ചേർക്കാൻ പറ്റൂലല്ലോ വെള്ളം. കുരുമുളകും പൊടിയിലും പിന്നെ ഇരുമ്പിൻ്റെ കഷ്ണം ചേർക്കാൻ പാടില്ലല്ലോ, ഒന്നിലും പാടില്ലല്ലോ. അത് പാലിന് മാത്രം ബാധകമായ ഹുക്കുമാണോ? എല്ലാറ്റിനും ബാധകമാണല്ലോ. അപ്പൊ ഹദീസുകളൊക്കെ അതിൻ്റെ വഴിക്ക് വേറി, നമ്മളൊക്കെ നമ്മളെ വഴിക്ക് വേറിയും പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുക? നമ്മൾ പഠിച്ച ഹദീസ് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്ന് കണ്ട് കാര്യമില്ല. പഠിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടെയുണ്ടെങ്കിൽ അതൊരു വലിയ ഖൈറാകും, അതൊരു ബർക്കത്താവും. അതുകൊണ്ട് സുന്നത്തായ അമലുകൾ പാലിക്കുക, ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നവരായി മാറിയാൽ അല്ലാഹുവിങ്കിൽ നിന്ന് നാഫിയു ആയ ഇൽമ്, വഹബിയായ ലദുന്യായ ഇൽമ് നമുക്ക് നൽകപ്പെടും. ആലിമീങ്ങൾ ഓരോരുത്തരായി പോകുന്നു എന്നത് ഭൂമിയുടെ ചുരുക്കമാണ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ തുറാഫിഹാ, ഭൂമി അതിൻ്റെ ഭാഗങ്ങളായി ചുരുങ്ങിപ്പോകുന്നതിനെ നിങ്ങൾ കാണുന്നില്ലയോ എന്ന്. ഭൂമി ചുരുങ്ങ എന്ന് പറഞ്ഞാൽ ഭൂമി യഥാർത്ഥത്തിൽ ചുരുങ്ങണില്ലല്ലോ. മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഭൂമി കടലെടുത്തു എന്ന് പറയും. കടലെടുത്താലും കടലുണ്ടല്ലോ, ചുരുങ്ങിയിട്ടില്ലല്ലോ. ഭൂമി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലഹാ, സ്വാലിഹീങ്ങളും ആലിമീങ്ങളും മരണപ്പെട്ടു പോകലാണ്. അതാണ് ഭൂമിയുടെ നിലവാര ചുരുക്കം എന്ന് പറയുന്നത്. ഓരോന്നും പോകുമ്പോൾ അതിനൊത്തതോ അതിനേക്കാൾ മുന്തിയതോ വരുന്നില്ല, അതിൻ്റെ താഴെയുള്ളതേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സലാഹിയത്തിൻ്റെ അഹ്ലുകാർ, ദാക്കിരീങ്ങൾ എല്ലാവരും ദീർഘായുസ്സിന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകട്ടെ. ഉസ്താദുമാരെയൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബൂലിയത്തുള്ള മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളുമാക്കി നമ്മളെ മാറ്റട്ടെ. ഈ ഉമ്മത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഖിദ്മത്തെടുക്കാൻ മരണം വരെ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم.
സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.